വാട്ടറി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അധികം എന്താ പറയുക ഹെവിനെസ് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെവിനെസ് ഫീൽ ചെയ്യാത്ത സിറം കൂടുതൽ പ്രിഫർ ചെയ്യുക ഓയിലി സ്കിന്നുകാരാണ്. ഹായ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പൊ എല്ലാവരുടെയും മെയിൻ സ്കിൻ കൺസേൺസ് എന്തൊക്കെയാണ്? ഡാർക്ക് സ്പോട്സ്, അൺഈവൻ സ്കിൻ ടോൺ, പിന്നെ പിഗ്മെന്റേഷൻ. അപ്പോൾ ഇന്ന് 2 സിറംസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് മോംസ്കോന്റെ വിറ്റ റിച്ച് ഫേസ് സിറം, പിന്നെ ഗൂഡൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വൈറ്റമിൻ സി ഡാർക്ക് സ്പോട്ട് കെയർ സിറം. ആദ്യം തന്നെ ഞാൻ ഗൂഡൽ സിറത്തിനെ കുറിച്ച് പറയാം. ട്രസ്റ്റ് മീ ഗൈസ്, ഇത് അടിപൊളി സിറമാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. ആദ്യം തന്നെ ഞാൻ ഈ 2 സിറത്തിന്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയാം. ഗൂഡൽ സിറത്തിലുള്ളത് ഗ്രീൻ ടാങ്കറിനും പിന്നെ വൈറ്റമിൻ സി ആണ്. അപ്പോൾ ഗ്രീൻ ടാങ്കറിൻ എന്ന് പറയുന്നത് അതൊരു ഫ്രൂട്ടാണ്. നമ്മുടെ കൊറിയയിലൊക്കെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള, നമ്മുടെ നാട്ടിലൊന്നും കിട്ടൂല, അതൊരു ഫ്രൂട്ടാണ്. ആ ഫ്രൂട്ട് നമ്മുടെ എന്താ പറയുക, അതിൻ്റെ ഒരു എക്സ്ട്രാക്ട്, ഒരു 70% എക്സ്ട്രാക്ട് അതിലുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഫേസിന് നല്ല നമ്മുടെ മാറ്റം വരുത്തും. ദാറ്റ് ഈസ് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ്, പിന്നെ അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ മാറ്റി ഫേസ് നല്ല ക്ലിയർ ആക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓറഞ്ച് പോലെ തന്നെ ആ ഒരു ഗുണം തന്നെയാണ് ഈ ഗ്രീൻ ടാങ്കർ എന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ടിനുള്ളത്. അതേ സെയിം ഗുണം തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ ഫേസ് അൺഈവൻ സ്കിൻ ടോൺ, പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റും. അതുപോലെ തന്നെ പിന്നെ ഡാർക്ക് സ്പോട്ട്സും മാറ്റും. പിന്നെ വൈറ്റമിൻ സി ഉണ്ട്. വൈറ്റമിൻ സി ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ബ്രൈറ്റനിങ്, സ്കിൻ ബ്രൈറ്റനിങ് എന്നുള്ളതാണ്. പിന്നെ ഒരു ആന്റി ഓക്സിഡന്റ് കൂടെയാണ് വൈറ്റമിൻ സി. മോംസ്കോന്റെ സിറം എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ B3, B5 ആൻഡ് വൈറ്റമിൻ ഇ. അപ്പോൾ ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം പല വീഡിയോസിൽ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോയി ഞാൻ ആരും ബോർ അടിപ്പിക്കുന്നില്ല, നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകും. പിന്നെ ഇതിൽ ഹൈറലോണിക് ആസിഡും ഉണ്ട്, നമ്മുടെ ഫേസ് ഹൈഡ്രേറ്റഡ് ആക്കും. പിന്നെ അപ്പോൾ ഞാൻ ഇനി അടുത്തായിട്ട് ഇതിന് ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം. മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഗൂഡൽ സിറത്തെ കുറിച്ച് പറയാം. ഞാൻ ഇത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, ഇതിന്റെ ബോട്ടിൽ ഓൾമോസ്റ്റ് ഒട്ടും ഇല്ല, അത്രയ്ക്ക് ഞാൻ വറ്റിച്ചു. ഇത് എന്താ പറയുക, ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് അത് ഫുൾ ബോട്ടിൽ തീർത്തി. ഇനി ഞാൻ തോണ്ടി എടുക്കുകയാണ് ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്രയ്ക്ക് ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. ഈ സിറം ഒരു 3 മാസം ലാസ്റ്റ് ചെയ്യും. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, ബട്ട് ഇത് ലാസ്റ്റ് എന്താ ഇനി ഇപ്പോൾ തോണ്ടി എടുത്താലേ കിട്ടുള്ളൂ. അത്രയ്ക്ക് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഞാൻ തോണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ പുതിയ ബോട്ടിൽ, പിന്നെ ഇതിൻ്റെ പുതിയ ബോട്ടിൽ ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു. അതിൽ എടുത്ത പഴയ ബോട്ടിൽ എടുത്താൽ കിട്ടത്തില്ല. അതാണ് ഞാൻ ഈ പുതിയ ഗൂഡൽ സിറത്തിൻ്റെ ബോട്ടിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ടെക്സ്ചർ. ഒരു ജെൽ ലൈക്ക് ടെക്സ്ചറാണ്. ഇതാണ് എൻ്റെ ടെക്സ്ചർ. പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് അബ്സോർബ് ചെയ്യും. എൻ്റെ ഫേസിൻ്റെ ഒരു സൈഡിൽ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചാൽ, ആദ്യം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ 2 പംപ്സ് എടുക്കണം. നിങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അപ്ലൈ ചെയ്തിട്ട്, സോറി, ഞാൻ ഒരു സൈഡിൽ അപ്ലൈ ചെയ്തുള്ളൂ, ഞാൻ എല്ലായിടത്തും കൂടെ അപ്ലൈ ചെയ്ത് പോയി. ഒരു സൈഡിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ടെക്സ്ചർ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് തന്നെ എൻ്റെ കൈ തന്നെ നമ്മൾ പെട്ടെന്ന് അപ്ലൈ ചെയ്തത് കൈ തന്നെ അബ്സോർബ് ആയി പോകും പെട്ടെന്ന്. അത്രയ്ക്ക് നല്ല ഒരു നോൺ സ്റ്റിക്കി സിറമാണ്, നോൺ സ്റ്റിക്കി നോൺ ഗ്രീസി സിറമാണ്. ഞാൻ മോംസ്കോൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം. ഒരു വാട്ടറി ടെക്സ്ചറാണ്. ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, റിലേറ്റഡ് കൊടുത്തേക്കാം. ഇതിൻ്റെയും ഗൂഡൽ സിറത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ റിലേറ്റഡ് കൊടുത്തേക്കാം. എന്താ നല്ലോണം ഒഴുകി പോകുന്ന ഒരു വാട്ടറി ടെക്സ്ചറാണ്. നോൺ സ്റ്റിക്കിയാണ്. ഇതും ഞാൻ 3-4 വർഷം മുമ്പെയാണ് ആക്ച്വലി ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. കോവിഡ് ടൈം ഒരു 2-3 വർഷം മുമ്പേ ഞാൻ ഈ മോംസ്കോൻ്റെ യൂസ് ചെയ്തിട്ട് 7 ഡേയ്സിനകം എനിക്ക് നല്ല റിസൾട്ട് തന്ന ഒരു സിറമാണ്. എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ അന്ന് ഞാൻ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഒരു മാറ്റം കിട്ടി. നമ്മുടെ സ്കിൻ ഇതിൻ്റെ മെയിൻ കൺസേൺ ബ്രൈറ്റനിങ്, സ്കിൻ ബ്രൈറ്റനിങ് ആണ് മോംസ്കോൻ്റെ മെയിൻ കൺസേൺ. അപ്പോൾ ഇത് അടിപൊളിയാണ്. സ്കിൻ ബ്രൈറ്റൻ ചെയ്യുന്നതാണ് നിങ്ങളുടെ മെയിൻ കൺസേൺ എങ്കിൽ ഇത് അടിപൊളിയാണ്. ബട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുടങ്ങാൻ നിങ്ങൾ യൂസ് ചെയ്യണം. നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യും. അടിപൊളിയാണ് മോംസ്കോറിന്റെ സിറം. പിന്നെ ഗൂഡൽ സിറത്തെ കുറിച്ച് പറയാനാണെങ്കിൽ അതിന്റെ മെയിൻ കൺസേൺ ഡാർക്ക് സ്പോട്ട്സിലാണ് അതിന്റെ മെയിൻ ഫോക്കസ്. അപ്പോൾ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഞാൻ ഗൂഡൽ സിറം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2 years ആയി. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒരു 7 ഡേയ്സിനുള്ളിൽ തന്നെ നല്ല മാറ്റം കണ്ടു തുടങ്ങി. ബട്ട് ഫുൾ ഡാർക്ക് സ്പോട്ട്സ് പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ബിക്കോസ് അത് കുറച്ച് ബാക്കി എൻ്റെ നോസിലൊക്കെ ഭയങ്കര ഡാർക്ക് സ്പോട്ട്സ് ആയിരുന്നു. ഇപ്പോൾ അത് കുറച്ച് 1-2 കാണുമ്പോൾ തന്നെ അറിയാം, 3-4 ഡാർക്ക് സ്പോട്ട്സ് എന്തോ ഉള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി, ഇവിടെയൊക്കെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു, കംപ്ലീറ്റ്ലി പോയി. ബട്ട് ഫുള്ളി പോകുന്നത് ഞാൻ പറയുന്നില്ല, കുറച്ച് ബാക്കി ഉണ്ടാവും. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് ബെസ്റ്റ് സ്യൂട്ട് ആവുന്നത്. മോംസ്കോൻ്റെ സിറം വാട്ടറി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അധികം എന്താ പറയുക ഹെവിനെസ് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ
അതുകൊണ്ട് തന്നെ ഹെവിനെസ് ഫീൽ ചെയ്യാത്ത സിറംസ് കൂടുതൽ പ്രിഫർ ചെയ്യുക ഓയിലി സ്കിന്നുകാരെ. ബിക്കോസ് അവർക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഇപ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ സിറം, അതിൻ്റെ പുറത്ത് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അങ്ങനെ എല്ലാം കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് വല്ലാണ്ട് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് അവർ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ടെക്സ്ചറുള്ള ക്രീംസും സിറംസും ഒക്കെ യൂസ് ചെയ്യണം, സൺസ്ക്രീൻസും ഒക്കെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം ഒരു വാട്ടറി ടൈപ്പ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടെക്സ്ചറുള്ള പ്രോഡക്ട്സ് വേണം നമ്മൾ ഓയിലി സ്കിന്നുകാർ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഈ വാട്ടറി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്യും, ഒട്ടും തന്നെ ഗ്രീസി അല്ല, നോൺ ഗ്രീസിയാണ്, നോൺ സ്റ്റിക്കിയാണ്, അടിപൊളിയാണ്. പിന്നെ ഗോൾഡൻ സിറം അത് കോമ്പിനേഷൻ സ്കിന്നും ഡ്രൈ സ്കിന്നും മാത്രമേ പറ്റത്തുള്ളൂ. ബിക്കോസ് അത് കുറച്ച് നല്ല ലൈറ്റ് വെയിറ്റ് തന്നെയാണ്, നോൺ ക്രീസിയാണ്. ബട്ട് അത് ചിലപ്പോൾ ചില സീസൺസിൽ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ സമ്മർ, വിന്റർ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഓരോ സ്ഥലത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ അത് മാറ്റേണ്ടി വരും. ബിക്കോസ് ഈ ജെൽ ടൈപ്പ് ടെക്സ്ചർ ചിലപ്പോൾ ഒരു സമ്മർ സീസൺ ആണെങ്കിൽ കുറച്ച് ഹെവി ആയിട്ട് തോന്നും. പക്ഷേ വിന്റർ സീസണിലാണെങ്കിൽ, അല്ലെങ്കിൽ വിന്റർ സീസൺ അങ്ങനത്തെ ക്ലൈമറ്റ് ഉള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് അത്ര ഹെവി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഈ രണ്ട് സിറംസിൻ്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡാർക്ക് സ്പോട്ട്സ് അനീവൻ സ്കിൻ ടോൺ ഒക്കെ ആണ് നിങ്ങൾ കൺസേൺ എങ്കിൽ നിങ്ങൾ ഗൂഗിൾ സിറം യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. പിന്നെ നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റനിങ് ആണ് നിങ്ങളുടെ മെയിൻ കൺസേൺ എങ്കിൽ നിങ്ങൾ മോംസ്കോവിൻ്റെ സിറം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ബ്രൈറ്റനിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ അങ്ങ് വെളുപ്പിച്ച് ഇളപ്പാണ്ടും അതുപോലെ വൈറ്റനിങ് ചെയ്യാനല്ല, സ്കിൻ ബ്രൈറ്റനിങ്, നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ബ്രൈറ്റ്നെസ് വരും. അല്ലാതെ ഒരിക്കലും നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചെയ്യാനുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഒരു പ്രോഡക്റ്റിലും ഇത്രയും നാളായിട്ടില്ല. പിന്നെ ഗൂഗിൾ സിറം ഡ്രൈ സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നാണ് ബെസ്റ്റ്. പിന്നെ അവനവൻ്റെ സ്കിൻ ഇപ്പോൾ എങ്ങനെയാണ് സ്കിന്നിൽ ഫീൽ ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം. ഇപ്പോൾ സ്കിന്നിൽ ഹെവി ആണോ അല്ല ലൈറ്റ് ആയിട്ടാണോ ഫീൽ ചെയ്യുന്നത്, അതൊക്കെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഇതനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് മനസ്സിലാവും. ഇനി മോംസ്കോവിൻ്റെ സിറം കൂടുതൽ സ്യൂട്ട് ചെയ്യുന്നത് ഓയിലി സ്കിന്നാണ്, ബട്ട് കോമ്പിനേഷൻ സ്കിന്നും യൂസ് ചെയ്യാം, നല്ലതാണ്, ബെസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.